ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാതം. അലീന അതിരാവിലെ ഉണർന്ന വീട്ടുജോലികൾ മിക്കവാറും ചെയ്തു തീർത്തു. ബ്രേക്ക്ഫാസ്റ്റും ബബിതയ്ക്കും കൃഷ്ണജിക്കും സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ചും എല്ലാം റെഡിയാക്കി. രാവിലെ എല്ലാവർക്കും ചായ കൊടുത്തു. പത്രം വായിച്ചുകൊണ്ട് സിറ്റൗട്ടിലിരിക്കുന്ന ബാലചന്ദ്രനോട് അവൾ ശരണ്യയുടെ വീട്ടിൽ പോകാൻ അനുവാദം ചോദിച്ചു. എന്തിനാ ഇപ്പോൾ അവിടെ പോണേ? ബാലചന്ദ്രൻ ചോദിച്ചു. പോവാണെന്ന് പറയണ്ടേ അച്ഛാ, ഫോണിൽ വിളിച്ച്. പോരാ, നീ ഒറ്റയ്ക്കാണോ പോകുന്നേ? രോഹിത്തിനെയും കൂട്ടിപ്പോയിക്കോളാം. ശരി, വേഗം പോയിട്ട് വാ, നമുക്ക് രാവിലെ തന്നെ പുറപ്പെടണം. പിന്നെയും അവൾ തങ്ങി നിൽക്കുന്നത് കണ്ട് ബാലചന്ദ്രൻ ചോദിച്ചു, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ശരണ്യയുടെ കാര്യമാച്ചാ. എന്താണ്? ഞാൻ പോയാലും അച്ഛൻ അവളെ മറന്നു കളയരുത്. അവളുടെ പഠിപ്പിൻ്റെ കാര്യത്തിൽ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അത്രയേ ഉള്ളൂ. അതൊക്കെ ഞാൻ ഏറ്റു. അലീന രോഹിത്തിനെയും വിളിച്ച് അവൾ ബൈക്കിൽ കയറി ശരണ്യയുടെ വീട്ടിലേക്ക് പോയി. ശരണ്യ പല്ല് തേച്ചുകൊണ്ട് വീടിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുമ്പോഴാണ് ശ്രീലത ഓടി വന്ന് പറഞ്ഞത്, ദേടി, നിന്റെ അലീന ചേച്ചി വന്നിരിക്കുന്നു. ബക്കറ്റിൽ നിന്ന് ഒരു മഗ് വെള്ളവും മുക്കി വായും മുഖവും കഴുകി ശരണ്യ ഒറ്റയോട്ടമായിരുന്നു. പ്രഭാകരനോട് സംസാരിച്ചുകൊണ്ട് വരാന്തയിൽ അലീനയുടെ മീതയ്ക്ക് അലീന ചേച്ചി എന്ന വിളിയും കെട്ടിപ്പിടുത്തവും പാഞ്ഞു വീണത്. അലീന അത്ഭുതത്തോടെ അവളെ നോക്കി. കുറെ നാളുകൾക്ക് മുൻപ് കൂട്ടബലാത്സംഗത്തിനിരയായി മനസ്സും ശരീരവും തകർന്ന് ഈ വീട്ടിലെ അടച്ചിട്ട മുറിയിൽ പാതി ഇരുട്ടിൽ പേടികൊണ്ടും വേദന കൊണ്ടും വിറങ്ങലിച്ച് കിടന്ന പെൺകുട്ടിയാ അവൾ. അവളുടെ കണ്ണുകളിൽ പ്രസരിപ്പും കുസൃതിയും, അവളുടെ മുഖത്ത് സന്തോഷവും പ്രതീക്ഷയും ജീവിതത്തെ പൊരുതി ജയിക്കാനുള്ള ധൈര്യവും. ഉയർത്തെണീറ്റ് നിൽക്കുകയാണവൾ. ആനന്ദാശ്രുക്കളോടെ അലീന അവളെ ആശ്ലേഷിച്ചു. ശരണ്യ അവളുടെ തോളത്തേക്ക് മുഖം ചായച്ച് ഒരു നിർവൃതി എന്ന പോലെ നിന്നു. നീ എന്താ, ഉറങ്ങിപ്പോയോ? അലീന അവളുടെ മുഖം പിടിച്ചുയർത്തി. ചേച്ചി കെട്ടിപ്പിടിക്കുമ്പോൾ എന്തു സുഖമാണെന്നറിയുമോ? എല്ലാ വിഷമവും മാറിയ പോലെ തോന്നും, ശരണ്യ പറഞ്ഞു. നീ കുറെ കൂടി നന്നായി മിടുക്കിക്കുട്ടിയായിട്ടുണ്ട്. അലീന അവളുടെ കവിളത്ത് തലോടി. ഇതിനേക്കാൾ നന്നായിരുന്നതാ. ഇപ്പോൾ ഇത്തിരി ക്ഷീണിച്ചു. കുറേ നാളായില്ലേ, പഠിത്തമൊക്കെയല്ലേ. ഉറക്കവും രാത്രി 11 മണി, രാവിലെ 4 മണിക്ക് അലാറം വെച്ച് എണീക്കും. ശ്രീലത വാതിക്കൽ നിന്നു പറഞ്ഞു. അവരുടെ വാക്കുകളിൽ മകളെക്കുറിച്ച് അഭിമാനം തുളുമ്പി. അങ്ങാ വാശിയുള്ള പെൺകുട്ടികൾ. അലീന ശരണ്യയെ അഭിനന്ദിച്ചു. എക്സാം അടുത്ത് ചേച്ചി, അതുകൊണ്ടാ. ശരണ്യ പറഞ്ഞു. എക്സാം കഴിഞ്ഞോട്ടെ, ചേച്ചി പറഞ്ഞ പോലെ എൻട്രൻസ് എനിക്ക് ഡോക്ടറാവണം. അതൊരു വാശിയാ. ഇവളിത് എന്ത് കണ്ടിട്ടാണോ ഈ പറയുന്നത്? എനിക്കറിയാൻ വയ്യ. എൻട്രൻസ് എഴുതിയെടുക്കുക. ഇവള് കിട്ടിയാൽ തന്നെ മെഡിസിന് ചേർന്ന് പഠിക്കണമെങ്കിൽ രൂപ എത്ര വേണം? പ്രഭാകരൻ പറഞ്ഞു. അതെല്ലാം നടക്കും, അലീന ധൈര്യപ്പെടുത്തി. നിങ്ങൾ ഇവളെ പിന്നോട്ട് വലിക്കരുത്. 2 ആങ്ങളമാരില്ലേ ഇവൾക്ക്, അവരും കൂടി അധ്വാനിക്കട്ടെ. പെങ്ങൾക്ക് വേണ്ടി മണ്ണെണ്ണയും തീപ്പെട്ടിയും എടുക്കാനുള്ള ശൗര്യം അത്രയും പോരല്ലോ. ശ്രീലതയ്ക്ക് എതിരെ വാതിക്കൽ നിന്ന ഓമനക്കുട്ടൻ്റെ മുഖം വിളറി. അവൾ പതിയെ ശ്രീലതയുടെ പിന്നിലേക്ക് മാറിക്കളഞ്ഞു. ഒരാളെവിടെ? ഗോപൻ. അവനൊരു പണി കിട്ടി, പിക്കപ്പിൻ്റെ ഡ്രൈവറായിട്ട്. രാവിലെ പോകണം. അങ്ങനെ പോയേക്കുക. അത് നന്നായി, അലീന പറഞ്ഞു. ചേച്ചിയുടെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ശരണ്യ അവളുടെ വിരലുകളെടുത്ത് ഞൊട്ട് വിടുവിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ചോദിച്ചു. എൻ്റെ വിശേഷം പറയാൻ വേണ്ടിയാ വന്നത്. ഞാൻ ഇവിടുന്ന് പോവാ. ശരണ്യ അന്താളിച്ചു പോയി. പോവാന്നോ? എങ്ങോട്ട്? ശ്രീലത അമ്പരപ്പിൽ ചോദിച്ചു. ഞാനിവിടെ വേലക്കാരിയായിട്ട് വന്നതല്ലേ. ഇവിടെ എൻ്റെ ജോലി കഴിഞ്ഞു. ഇനി പുതിയ സ്ഥലം. ശരണ്യയ്ക്ക് വിശ്വാസമായില്ല. അവൾ രോഹിത്തിനെ നോക്കി. അവൻ്റെ മുഖത്ത് നിഴൽ വീഴ്ത്തിയ സങ്കടഭാവത്തിൻ്റെ അർത്ഥം ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ഇവർക്കിനി മോളെ വേണ്ടാഞ്ഞിട്ടാണോ? പ്രഭാകരൻ ചോദിച്ചു. രോഹിത്തിൻ്റെ അമ്മ ആശുപത്രിയിൽ നിന്ന് സുഖമായി തിരിച്ചെത്തി. ഇനി ഇവിടെ ഒരു ജോലിക്കാരിയുടെ ആവശ്യമില്ല. ശരണ്യയുടെ മുഖം വാടിപ്പോയി. അവൾ പെട്ടെന്ന് തിരിഞ്ഞു മുറിക്കുള്ളിലേക്ക് കയറി. അത് വലിയ കഷ്ടമാണല്ലോ. ഈ മുതലാളിമാരൊക്കെ നന്ദിയില്ലാത്തവരാ അല്ലേ മോളെ? നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർക്ക് വേണ്ടതാകുമ്പോൾ എടുത്തു കളയും. ഇതങ്ങനെയല്ല. അവിടെ ജോലി കുറഞ്ഞു. അപ്പോൾ ഞാനാ പറഞ്ഞത് പോയിക്കൊള്ളാന്ന്. എന്നാലും ശ്രീലത ആ ന്യായം കൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അലീന ശരണ്യയുടെ മുറിയിലേക്ക് കയറി. ചുമരിൽ ചാരി നിന്ന് വിതുമ്പിക്കരയുന്ന ശരണ്യ അവളുടെ കൈത്തണ്ടിയിൽ പിടിച്ചപ്പോൾ അവൾ പിണങ്ങി. പോവണ്ടല്ലോ, ഞാനിനി പഠിക്കുന്നില്ല, പരീക്ഷ എഴുതണില്ല. ഒറ്റ അടി വെച്ച് തരും ഞാൻ.
നീ എനിക്ക് വേണ്ടിയാണോ പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യുന്നത്? അലീന അവളെ ശകാരിച്ചു. ചേച്ചിയായിരുന്നു എൻ്റെ ധൈര്യം, എൻ്റെ വാശി. ചേച്ചി ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് തണുത്തു പോകും. എൻ്റെ ഉത്സാഹമെല്ലാം കിട്ടുപോകും. ഞാൻ എന്താ മരിച്ചു പോവുകയാണോ? ഞാനുണ്ടല്ലോ ജീവനോടെ. കുറച്ച് ദൂരത്തേക്ക് പോകണമെന്നല്ലേ ഉള്ളൂ. നിന്നെ കാണാൻ കൂടെ കൂടെ വരും. നിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കും, കത്തെഴുതും, ഫോൺ വിളിക്കും. ഇത്രയൊക്കെ പോരേടി. അലീന അവളെ ആശ്ലേഷിച്ചു. ശ്രീലത ചായ തയ്യാറാക്കി കൊണ്ടുവന്നു. ചായ കുടിച്ച് അലീന യാത്ര പറഞ്ഞിറങ്ങവേ പ്രഭാകരൻ പറഞ്ഞു, മോളോടുള്ള നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും തീരില്ല. പാതി മരിച്ചുപോലെ കിടന്ന് എൻ്റെ മോളിപ്പോൾ എല്ലാ പെൺകുട്ടികളെയും പോലെ ഓടിച്ചാടി കളിച്ചു ചിരിച്ച് നടക്കണ കാണുമ്പോഴുണ്ടല്ലോ ഞാൻ ഓർക്കും. അവൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണേ. അവൾ കയറിപ്പോയിക്കോളും, അലീന ഓർമ്മിപ്പിച്ചു. മടങ്ങും മുമ്പ് ഓട്ടോക്കാരൻ ഷാജിയുടെ വീട്ടിലും പോവുകയുണ്ടായി. അലീന ഷാജിയുടെ മുറ്റത്തിട്ട് ഓട്ടോറിക്ഷ കഴുകുകയായിരുന്നു. എന്താ ഈ വഴിക്കൊക്കെ? അവൻ അവളെ കണ്ട് ആശ്ചര്യപ്പെട്ടു. ഞാനൊന്ന് യാത്ര പോവുക, ഷാജിയോടും കൂടി പറഞ്ഞിട്ടേ പോകാമെന്ന് വെച്ചു. എൻ്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ? ഷാജിക്ക് അമ്പരപ്പായിരുന്നു. തിണ്ണിലേക്ക് ഇറങ്ങി വന്ന ഷാജിയുടെ അമ്മയോടും സഹോദരിയോടും അലീന ചുരുക്കത്തിൽ കാര്യം പറഞ്ഞു. ബൈക്കിൽ മടങ്ങുമ്പോൾ അലീന രോഹിത്തിനെ ഓർമ്മിപ്പിച്ചു. ശരണ്യയുടെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധ വേണം കേട്ടോ. അവൻ സമ്മതിച്ചു, തലയാട്ടി. പാലാ ടൗൺ കഴിഞ്ഞപ്പോൾ അലീന നിർദ്ദേശിച്ചു, രോഹിത്തിൻ്റെ അമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് പോകണം. എനിക്കൊന്ന് കാണണം. രോഹിത്തിൻ്റെ ബൈക്ക് വൈജയന്തിയുടെ വാടക വീടിൻ്റെ മുമ്പിലെത്തി നിന്നു. രോഹിത്താണ് സിറ്റൗട്ടിലേക്ക് കയറി കോളിംഗ് ബില്ലടിച്ചത്. അലീന അവൻ്റെ പിന്നാലെ കാത്തു നിന്നു. വൈജയന്തിയുടെ ഹോം നേഴ്സ് വന്ന് വാതിൽ തുറന്നു. രോഹിത്തിൻ്റെ കൂടെ അലീനയും കൂടി കണ്ട് അവൾ തെല്ലാം പരന്ന പോലെ തോന്നിച്ചു. ഹോസ്പിറ്റലിൽ അലീന ചെന്നപ്പോൾ വൈജയന്തി അവളുടെ നേർക്ക് തട്ടിക്കയറിയത് അവൾ കണ്ടിട്ടുണ്ട്. അമ്മയെവിടെ? രോഹിത്തി ചോദിച്ചു. എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക കാലിന്. അതൊക്കെ രാവിലെ ചെയ്യേണ്ടതല്ലേ? രോഹിത്തി ചോദിച്ചു. ഇന്ന് എണീക്കാൻ വൈകി. ഓയിൽ മസാജ് ചെയ്ത് ആവി പിടിച്ചിട്ട് വേണം വ്യായാമം ചെയ്യാൻ. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യണോ അതോ അകത്തേക്ക് പ്രവേശിക്കാമോ? മേഡത്തിൻ്റെ മോനല്ലേ, എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ? അകത്തോട്ട് വരാമല്ലോ. താങ്ക്സ്. പക്ഷേ ഈ പെണ്ണിനെ അകത്തോട്ട് കയറ്റാൻ മേഡം ദേഷ്യപ്പെട്ടേക്കും. അലീന അനിഷ്ടത്തോടെ നോക്കിക്കൊണ്ട് ഹോം നേഴ്സ് പറഞ്ഞു. ഞാൻ മാഡത്തിൻ്റെ മോനാണെങ്കിൽ ഇത് മാഡത്തിൻ്റെ മോളാണ്. ചെറുചിരിയോടെ രോഹിത് പറഞ്ഞു. അലീന ഒരു നിമിഷം നടുങ്ങി നിന്നു. എന്തറിഞ്ഞിട്ടാണിവൻ? ഹോം നേഴ്സിന് മനസ്സിലായി. അവൾ ഫലിത രൂപേണ പറഞ്ഞതാണ്. മാഡം ചോദിക്കുമ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞേക്കണേ, അവൾ ഓർമ്മപ്പെടുത്തി. ലിവിംഗ് റൂമിൽ അവരെ നിർത്തിയിട്ട് ഹോം നേഴ്സ് അകത്തേക്ക് പോയി. 10 മിനിറ്റോളം അവർക്ക് കാക്കേണ്ടി വന്നു. ഡോർ കർട്ടനു പിന്നിൽ കാലച്ച കേട്ടു. രോഹിത്തും അലീനയും ഒരേ സമയം തന്നെ നോക്കി. ഇരു കൈകൊണ്ടും ഡോർ കർട്ടൻ വകഞ്ഞു പിടിച്ചു. വൈജയന്തി മുഖത്ത് വ്രജാഘാട്യം, ഒരു ശിലാസൂചികൾ പോലെ കുത്തിത്തിളയ്ക്കുന്ന നോട്ടം. മനസ്സിൽ വിവിധ വികാരങ്ങൾ അലതല്ലി. തൻ്റെ അമ്മയാണത്, തനിക്ക് ഭൂമിയിൽ ജന്മം നൽകിയ സ്ത്രീ. ആ കടപ്പാടിനു പകരം വയ്ക്കാൻ ഒന്നുമില്ല. താൻ അനാഥമായി വളരേണ്ടി വന്നു എന്നതും സ്വന്തം മകളാണെന്നറിയാതെ തന്നെ ദ്രോഹിക്കേണ്ടി വന്നു എന്നതും അവർ നിമിത്തം താൻ ആ വീട് വിട്ടു പോകേണ്ടി വരുന്നു എന്നതെല്ലാം ആ കടപ്പാടിന് മുന്നിൽ നിസ്സാരമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അമ്മയെ ഒരു നോക്ക് കാണാനുള്ള ആർത്തിയോടെ കടപ്പാട്ടൂര് വീട്ടിലേക്ക് വന്നത് അവൾ ഓർത്തു. എന്തൊരു ഉത്കടമായ ആകാംക്ഷയായിരുന്നു. ആദ്യം കണ്ടപ്പോൾ എന്തൊരാനന്ദമായിരുന്നു. മിണ്ടാനും അടുത്ത് ചെന്നു നിൽക്കാനും ഒന്ന് തൊടാനുമൊക്കെ എന്തൊരു കൊതിയായിരുന്നു. ബ്രിജിത മമ്മി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ചെല്ലി ഭിത്തിക്കിപ്പുറത്തു നിന്നുകൊണ്ട് മാത്രമേ നീ നിന്റെ അമ്മയെ കാണാവൂ. നീ അവരുടെ മകളാണെന്ന് അവർ ഒരിക്കലും അറിയാൻ ഇടവരരുത്. നീ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ തകർന്നു പോകുന്ന ഒരു ജീവിതമാണ് നിന്റെ അമ്മയുടേത്. ആ വാക്കു പാലിച്ചുകൊണ്ട് മടങ്ങുകയാണ് താൻ. ഒരു പിഴവേ പറ്റുള്ളൂ. അച്ഛൻ അറിഞ്ഞു. സാരമില്ല. വൈജയന്തി മുൻപോട്ട് വരുന്നത് അലീന കണ്ടു. ചെറിയ മുടന്നുണ്ട് കയ്യിൽ. വാക്കിംഗ് സ്റ്റിക്ക്. ആരോട് അനുവാദം ചോദിച്ചാട്ടാണടി നീ ഈ വീട്ടിൽ കാലുകുത്തിയത്? വൈജയന്തി അലീനയുടെ നേർക്ക് ആക്രോശിച്ചു. ഞാൻ ആ അലീന ചേച്ചിയെ വിളിച്ചോണ്ട് വന്നത്. അതിന് പാസ് എടുക്കണമെന്ന് അറിയില്ലായിരുന്നു. രോഹിത് പ്രതിരോധ സജ്ജമായി പറഞ്ഞു. ഓഹോ, നീയാണോ ഇപ്പം ഇവളെ കൊണ്ടു നടക്കുന്നത്? അച്ഛൻ കൈയൊഴിഞ്ഞു. രോഹിത്തിൻ്റെ മുഖം ചുവന്നു. ഞാൻ പീഡനക്കേസിൽ പ്രതിയാകുകയും ജയിലിൽ കോടതിയിലുമൊക്കെ കയറുകയും ചെയ്തെന്നുള്ളത്
നേരാ. എന്നാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അമ്മയുടെ അത്രയും അധപ്പതിച്ചിട്ടില്ലെന്ന്. രോഹിത്തെ വേണ്ട, അലീന അവനെ തടഞ്ഞു. എന്നിട്ട് വൈജയന്തിയെ നോക്കി. ഞാൻ ഒന്ന് കാണാനും യാത്ര പറയാനും വേണ്ടി മാത്രം വന്നതാണ്, അവൾ നിറമിഴികളോടെ പറഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം. എനിക്ക് ഒരു ശത്രുതയുമില്ല, ഒരു പിണക്കവുമില്ല. എൻ്റെ അമ്മയായിട്ട് കരുതി ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ, അന്നും ഇന്നും ഇനിയെന്നും. നിന്റെ പ്രാർത്ഥനയുടെ ഫലമാണല്ലോടി എൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ. എൻ്റെ കുടുംബം കുളം തോണ്ടാൻ വേണ്ടി വന്നവളല്ലേടി നീ. നീ എൻ്റെ കുടുംബത്തിൽ കാലുകുത്തിയ ശേഷം ദുർവിധിയുടെയും ദുരിതങ്ങളുടെയും വിളയാട്ടമായിരുന്നല്ലോടി നാശം പിടിച്ചവളെ. ഇത്രയൊക്കെ വരുത്തിക്കൂട്ടി ശാപം കിട്ടിയ വീട് പോലെയാക്കിയിട്ട് നീ ഇപ്പം യാത്ര പറയാനും ക്ഷമ ചോദിക്കാനും വന്നിരിക്കുന്നു. ചെയ്യേണ്ടതൊക്കെ നീ ചെയ്തു, കിട്ടേണ്ടതൊക്കെ നിനക്ക് കിട്ടി. ഇനിയിപ്പം പോയാൽ മതി നിനക്ക്, അല്ലേടി? വൈജയന്തി ചീറി. മനസ്സറിഞ്ഞ് ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. എൻ്റെ കുടുംബം പോലെയാണ് കരുതിയത്. എൻ്റെ അച്ഛനെയും അമ്മയും പോലെ, എൻ്റെ അനുജനെയും അനിയത്തിമാരെയും പോലെ അലീന വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എല്ലാം മനസ്സിലായടി, വിസ്തരിക്കേണ്ട, ഇറങ്ങിപ്പൊക്കോ എൻ്റെ കൺമുമ്പിൽ നിന്ന്. രോഹിത് അലീനയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. തൃപ്തിയായില്ലേ? വാ, അതോ ഇനിയും വേണോ?